ഒരു അശ്ലീല വീഡിയോയിലൂടെ സിനിമയ്ക്ക് നഷ്ടപ്പെട്ടത് സുന്ദരിയായ നായികനടി രഞ്ജിതയെ. മോഹൻലാലും ജയറാമും മമ്മൂട്ടിയും വരെ ഒപ്പം അഭിനയിച്ചു. എണ്ണക്കറുപ്പിൽ തുടുത്തുനിന്ന നായികനടിയായ രഞ്ജിതയെ മലയാളികൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. തെലുങ്കിലും കന്നഡയിലും അനവധി സിനിമകളിൽ അഭിനയിക്കുന്നതിനിടെ മലയാളത്തിലും അഭിനയിക്കാൻ താരം സമയം കണ്ടെത്തി. രഞ്ജിതയെ ഓർമ്മിക്കാൻ ഒരു യാത്രാമൊഴി എന്ന സിനിമയിലെ മോഹൻലാലിനൊപ്പമുള്ള ഗാനരംഗം മാത്രം മതി. രഞ്ജിതയെ മലയാളികൾ ആദ്യം കാണുന്നത് സുരേഷ് ഗോപിക്കൊപ്പം മാഫിയ എന്ന ചിത്രത്തിലാണ്. പിന്നീട് സിന്ദൂരരേഖ, ചമയം, ഒരു യാത്രാമൊഴി, കൈക്കുടന്ന നിലാവ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, വിഷ്ണു എന്നിങ്ങനെ സൂപ്രധാന ചിത്രങ്ങളിൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ചു. അതിനിടെ മലയാളിയും കരസേനാ ഉദ്യോഗസ്ഥനുമായ രാകേഷ് മേനോനും രഞ്ജിതയും തമ്മിലുള്ള വിവാഹം നടന്നതോടെ അവർ അഭിനയത്തിൽ നിന്ന് മാറി കുടുംബജീവിതത്തിലേക്ക് ഒതുങ്ങിക്കൂടി. ഒരു വർഷത്തിനു ശേഷം അവർ അഭിനയരംഗത്തേക്ക് മടങ്ങി വരുന്നതായി പ്രഖ്യാപിച്ചു. ചില സിനിമകളിലും TV പരമ്പരകളിലും അഭിനയിച്ചെങ്കിലും സിനിമയിലും കുടുംബത്തിലും അവരുടെ നില അത്ര ഭദ്രമായിരുന്നില്ല. വിവാഹ ജീവിതം 7 വർഷം പൂർത്തിയായ സന്ദർഭത്തിൽ രഞ്ജിതയും രാകേഷ് മേനോനും വേർപിരിഞ്ഞു. ഒരു ദിവസം പെടുന്നനെ രഞ്ജിത മാധ്യമങ്ങൾക്ക് ഒരു വലിയ ഇരയായി. വിവാദ ആൾദൈവം നിത്യാനന്ദയും രഞ്ജിതയും തമ്മിൽ അടുത്തിടപഴകുന്ന വീഡിയോ പുറത്തു വന്നതോടെ വലിയ ചർച്ചകളുണ്ടായി. തെന്നിന്ത്യൻ സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുവന്ന രഞ്ജിതയ്ക്ക് ഇത് എന്തുപറ്റിയെന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു. ചാനൽ പുറത്തുവിട്ട ഈ വീഡിയോ വ്യാജമാണെന്നും അതിൽ കാണുന്ന പെൺകുട്ടി താനല്ലെന്നും രഞ്ജിത ശക്തിയുക്തം വാദിച്ചു. മാധ്യമങ്ങൾ തന്നെ അപമാനിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് രഞ്ജിത കർണാടക ഹൈക്കോടതിയിൽ പരാതി നൽകി. പരാതിക്കാരിയുടെ സ്വകാര്യതയും അന്തസ്സും ചോദ്യം ചെയ്യുന്ന അപമാനകരമായ വാർത്ത നൽകിയതിന് വാർത്താ ചാനലുകൾ രഞ്ജിതയോട് മാപ്പ് പറയാൻ കോടതി ഉത്തരവിട്ടു. സ്വാമി നിത്യാനന്ദയിൽ നിന്ന് തന്നെ ദീക്ഷ സ്വീകരിച്ച് രഞ്ജിത സന്യാസിനിയായി. മാ നിത്യാനന്ദമയി എന്ന പേരും സ്വീകരിച്ചുവെന്ന് പറയപ്പെടുന്നു. 1975 തമിഴ്നാട്ടിൽ ജനിച്ച രഞ്ജിതയുടെ യഥാർത്ഥ പേര് ശ്രീവള്ളി എന്നായിരുന്നു. നടനും സംവിധായകനുമായ ഭാരതിരാജയാണ് രഞ്ജിത എന്ന പേര് നൽകിയത്. എന്നാൽ അവർ ഇപ്പോൾ എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.